എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33-ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അദ്ദേഹം ആലോചിക്കുക, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം അങ്ങനെയാണോ പറയേണ്ടത് എന്ന്. അത് ഓരോരുത്തർ ഓരോ സ്റ്റൈലാണ് പറയുക. ഞാൻ പറയും പോലെയല്ലോ പറയാം. അത് അവരവർ തീരുമാനിക്കും. പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അവരവർ തീരുമാനിക്കുക. അത് ശരിയായോ ഇല്ലയെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുക. എന്തോട്ടെ, ശരിയാണോ ശരിയായോ ഇല്ലയോ എന്ന്, തെറ്റ് ശരിയല്ല, ശരിയായോ ഇല്ലയോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. കാരണം അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഉപദേശിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണോ അത് വേണ്ടത്, അല്ലയോ ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ വിവേചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരു MLA പറയുമ്പോൾ അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാനിതുവരെ പഠിച്ചിട്ടില്ല. എന്തിന്? മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പെടുത്തൊന്നും വേണ്ട. അല്ല, അതല്ലല്ലോ പ്രധാനം. അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളത് അത് വേറെയാണല്ലോ. അടിസ്ഥാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഇങ്ങനെയാണോ അത് പറയേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അത് ഭംഗിയായോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയാം. താങ്കളുമായി കുറച്ചുകൂടി വലിയ ബന്ധമുണ്ട്, അല്ലെങ്കിൽ രാവിലെ മുതലേ താങ്കൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധപ്പെടുത്താൻ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതിനിപ്പോ പിന്നെ ഇല്ലല്ലോ. അദ്ദേഹം ഈ വാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് മതിയല്ലോ. ഏയ്, ഇതെല്ലാം നമ്മൾ എത്ര കേട്ടത്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാഷ പറയുന്നില്ല. ഇതൊന്നും കേട്ടിട്ട് അങ്ങനെ പിന്നെ വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ആവേശം കൊള്ളുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പണ്ട് അതിന് മാത്രമുള്ള പക്വത ഈ 10-60 കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെ ഞാൻ തേടിയിട്ടുണ്ട്. നടപടി സ്വീകരിക്കണമെന്ന് വിഷയങ്ങളിൽ ഇത് ഇനിയിപ്പം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ആലോചിക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ആലോചിക്കട്ടെ എങ്ങനെയാണോ വേണ്ടതെന്ന്. അല്ലാതെ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.